നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ഇന്നത്തെ പത്രങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യത്തേത് മാധ്യമമാണ്. മാധ്യമത്തിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. എന്തിനു കൊന്നു എന്ന തലക്കെട്ടോടുകൂടിയാണ് മാധ്യമം ആ വാർത്ത നൽകിയിട്ടുള്ളത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല, ചുരുളഴിയാതെ ദുരൂഹത, വിഷം കഴിച്ച് ചികിത്സയിലുള്ള പ്രതി അഫാനെ ചോദ്യം ചെയ്യാനായില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 ബുള്ളറ്റിൻ നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ പോലീസ് പരിശോധിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി, ലഹരി, പ്രണയം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹൈലൈറ്റ് നൽകുന്നുണ്ട്. വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് സഹോദരൻ കൊലപ്പെടുത്തിയ 13-കാരൻ അഫ്സാനിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ വിതുമ്പുന്ന അവരുടെ ടീച്ചറുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഈ വാർത്ത മാധ്യമം നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സൈഡ് സ്റ്റോറി നൽകുന്നുണ്ട്. ഉള്ളുരുകി അഫാന്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കൂടി പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമം നൽകിയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ വഴിമുടക്കി നടുറോഡിൽ സമരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. വഞ്ചിയൂരിലേത് സമാനമായി കണ്ണൂരിലും റോഡ് കയ്യേറി സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി CPM ഉപരോധ സമരം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഞങ്ങൾ കയ്യേറും റോഡെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട ചിത്രത്തിന് ക്യാപ്ഷൻ മാധ്യമം നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് CPM നേതാക്കൾക്കെതിരെ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സൈഡ് സ്റ്റോറിയും നൽകുന്നുണ്ട്. മറ്റൊന്ന് ഡൽഹി സിഖ് വിരുദ്ധ കലാപം, സജ്ജൻ കുമാറിന് വീണ്ടും ജീവപര്യന്തം എന്ന വാർത്തയാണ്. 1984 ഡൽഹിയിൽ നടന്ന സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒന്നിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന് ജീവപര്യന്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് കൈക്കൂലി സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ പിടിയിൽ എന്ന വാർത്തയാണ്. വസ്തുവിൻ്റെ പോക്കുവരവ് നടത്തി സർക്കാർ 5000 രൂപ കൈക്കൂലി വാങ്ങിയ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ പിടിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അടുത്തത് മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. എന്നാൽ അതേസമയം മനോരമയുടെ തലക്കെട്ട് അരും കൊല എന്ന് നൽകിയിട്ട് കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ് ഹെഡിങ് പോലെ നൽകുന്നുണ്ട്. പണമില്ല, കൊന്നൊടുക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാന തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അഫാന്റെ മൊഴി തൽക്കാലം വിശ്വസിച്ച് പോലീസ്, അന്തിമ നിഗമന വിശദ അന്വേഷണത്തിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകുന്നത്. വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് കൊല്ലപ്പെട്ട സൽമ ബീവി, അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ ഭാര്യ സംസ്കാര ചടങ്ങിൽ നിന്ന് കരയുന്ന ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. മറ്റൊന്ന് വാർത്തകളിലേക്ക് വരുമ്പോൾ ഒന്നിൽ പിഴച്ചാൽ 2 എന്ന തലക്കെട്ടോടുകൂടി CBSE 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വരുന്ന അധ്യയന വർഷം മുതൽ 2 പൊതുപരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊന്ന് കണ്ണൂരിൽ വഴിയടച്ച CPM സമരം, 10,000 പേർക്കെതിരെ കേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്തയെ മനോരമ നൽകിയിട്ടുള്ളത്. റോഡ് പൂർണ്ണമായും തടസ്സപ്പെടുത്തി സമരം ചെയ്തതിന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ 1ാം പ്രതിയാക്കി 10,000 പേർക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് 31 വയസ്സ് അയോഗ്യത, 37-39 പ്രായക്കാർക്ക് നിയമന ശുപാർശ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. രാജ്യാന്തര ഫുട്ബോൾ താരമായ അനസ് എടത്തൊടിക്ക് 31ാം വയസ്സിൽ പ്രായം കൂടിപ്പോയെന്ന് പറഞ്ഞ് പോലീസിൽ നിയമനം നിഷേധിച്ച ആഭ്യന്തര വകുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച് വഴിവിട്ട നിയമനം നൽകിയ ബോഡി ബിൽഡിംഗ് താരമായ ചിത്രേഷ് നടേശിന് പ്രായം 39 എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് NCP തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനാകുമെന്ന വാർത്ത ചെറിയൊരു കോളത്തിലായി മനോരമ നൽകുന്നുണ്ട്. മറ്റൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ UDF ആളും LDF 3 സീറ്റും പിടിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത മലയാള മനോരമ നൽകിയിട്ടുള്ളത്. അടുത്തത് ദേശാഭിമാനിയാണ്. എന്നാൽ ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ഇതേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വാർത്തയാണ് അതീവ പ്രാധാന്യത്തിൽ ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. 30-17 എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി ഹൈലൈറ്റ് ചെയ്ത് നൽകുന്നുണ്ട്. കേരള ജനത LDFനൊപ്പം എതിരില്ലാതെ വിജയിച്ചത് 2 സീറ്റിൽ 4 സീറ്റിൽ UDFൽ നിന്ന് പിടിച്ചെടുത്തു. BJPക്ക് വട്ടപൂജ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകുന്നത്. കോൺഗ്രസ് വോട്ടിൽ SDPI എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. വിജയം കോൺഗ്രസ് BJP ഒത്തുകളി അതിജീവിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. മറ്റൊന്ന് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ആളിക്കത്തി പ്രതിഷേധാഗ്നി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യവുമായി കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിൽ കേരളം ഒറ്റ മനസ്സോടെ പ്രതിഷേധാഗ്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർ പടം നൽകിക്കൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് മുഹമ്മദ് സലീം CPM പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിൽ ദേശാഭിമാനി നൽകുന്നുണ്ട്. അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വാർത്ത ദേശാഭിമാനിയിൽ താഴെയായാണ് നൽകിയിട്ടുള്ളത്. മൊഴികൾ പരസ്പര വിരുദ്ധം, സാമ്പത്തിക കുടുംബ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകുന്നത്. മറ്റൊന്ന് സിഖ് വംശഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ നൽകുന്നുണ്ട്. അടുത്ത ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത കോടതിയെ വെല്ലുവിളിച്ച CPM എന്ന് പറഞ്ഞുകൊണ്ട് CPMന്റെ ഉപരോധ സമരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്കും വലിയ പ്രാധാന്യത്തിൽ കോളത്തിലായി നൽകുന്നുണ്ട്. കൊടും ക്രൂരത 4 മണിക്കൂറിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി അതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അപ്രതീക്ഷിതമായി അനുജൻ അവനെയും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും നൽകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ മന്നം സമാധി മണ്ഡപത്തിൽ തിരിതെളിഞ്ഞു തുടങ്ങിയിട്ട് 25 ആണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊന്ന് ആശാമാരുടെ സമരം പൊളിക്കൽ സർക്കുലർ പേടിപ്പിക്കേണ്ടെന്ന് സമരസമിതി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയും വലിയ പ്രാധാന്യത്തിൽ താഴെയായി ജന്മഭൂമി നൽകുന്നുണ്ട്.
അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വാർത്തയുടെ തലക്കെട്ട് വട്ടം ചുറ്റിച്ച് കൂട്ടക്കൊല എന്ന് പറഞ്ഞുകൊണ്ടാണ്. തിരുവനന്തപുരത്തെ കൂട്ടക്കൊല വ്യക്തതയില്ലാതെ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചിത്രം പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആശാമാർക്ക് അന്ത്യശാസനം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്ത നൽകുന്നുണ്ട്. അത് ഫ്രണ്ട് പേജിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ആശാമാരുടെ വാർത്ത നൽകുന്നുണ്ട്. മറ്റൊന്ന്, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED നോട്ടീസിന് പിന്നാലെ 5 കോടതി എത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവർ ED നോട്ടീസിന് പിന്നാലെ വായ്പകൾ തിരിച്ചടയ്ക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അടുത്തത്, കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ED നോട്ടീസിന് പിന്നാലെ 5 കോടി എത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. അത് ഈ കേസെടുത്തതിന് ശേഷം എല്ലാവരും പണം തിരികെ അടച്ചു തുടങ്ങി എന്ന് പറയുന്നതാണ് ആ വാർത്ത. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കടക്കണി ദൂർത്ത് സമനില തെറ്റി കൂട്ടക്കൊല എന്ന തലക്കെട്ടോടുകൂടിയാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, അമ്മയുടെ വാക്കുകൾ കട്ടിലിൽ നിന്ന് വീണതാണ് എന്ന വാക്കുകൾ ഒരു സബ് സ്റ്റോറിയായി നൽകുന്നുണ്ട്. മറ്റൊന്ന്, തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. തലക്കെട്ട് നൽകിയിട്ടുള്ളത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ 30-ൽ 17 LDFന് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആശാമാർ ഉടൻ ജോലിക്ക് എത്തണമെന്ന അന്ത്യശാസനവും വലിയ പ്രാധാന്യത്തിൽ തന്നെ വാർത്തയെ നൽകുന്നുണ്ട് കൗമുദിയിൽ. മറ്റൊന്ന്, ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് കണ്ണൂരിൽ റോഡ് തടഞ്ഞ CPM ഉപരോധ സമരം എന്ന് പറഞ്ഞുകൊണ്ട് CPMന്റെ ഉപരോധ സമരവുമായി ബന്ധപ്പെട്ട വാർത്തയും കേരള കൗമുദി വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ അതേസമയം ദീപികയിലേക്ക് വരുമ്പോൾ ദീപികയിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നഷ്ടപരിഹാരത്തിന് കാത്തിരിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് 7864 എന്നൊരു സംഖ്യ ഹൈലൈറ്റ് ചെയ്ത് നൽകുന്നുണ്ട്. ജസ്റ്റിസ് സിരിഗജൻ കമ്മിറ്റിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നൽകുന്ന വാർത്ത പ്രധാന വാർത്തയായി നൽകിയില്ല എങ്കിലും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കാരണം വ്യക്തമായിട്ടില്ലെന്ന് IG എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ലക്ഷ്യം സ്വപ്നകിരീടം എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം ഇന്നിറങ്ങും എന്ന വാർത്ത വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, പാകിസ്ഥാന് $39.7 കോടി അനുവദിച്ച് ട്രംപ് ഭരണകൂടം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വാർത്തയാണ്. ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങളെ ബാധിക്കുന്നതെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടതുമായി ബന്ധപ്പെട്ടതും ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, യുക്രൈൻ യുദ്ധം UN-ൽ റഷ്യയ്ക്കൊപ്പം ചേർന്ന അമേരിക്ക എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ താഴെയായി ദീപിക നൽകുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.